നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണാം. ഗിരിയനോട് കാണിച്ച സ്നേഹവും കരുതലും ഒക്കെ സത്യമാണെന്ന് വിശ്വസിച്ച ഞാനെന്തൊരു മണ്ടിയാ. അതെ, ഇനി അതേക്കുറിച്ചൊന്നും ഗിരിയനോട് സംസാരിക്കണ്ട കേട്ടോ. സംഭവിച്ചതൊക്കെ ഒരു സ്വപ്നം പോലെ ഞാൻ മറന്നോളാം. സുമി, കണ്ണു തുടക്കേ, വീടത്താറായി. എന്തു പറ്റി മോളെ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ചെറിയൊരു തലവേദന. പനിക്കുന്നുണ്ടോ? ഡോക്ടറെ കാണണോ? അതൊന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും മാറുമേ. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ അമ്മേ. നീ ഇതെവിടെ പോന്നു? വല്ലതും കഴിച്ചിട്ട് പോടാ. ഞങ്ങൾ കഴിച്ചതാ. ഒരു പാർട്ടിക്ക് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലായിരുന്നു? പാർട്ടിയോ? എന്ത് പാർട്ടി? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ആ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ചേച്ചി, എന്തോ ഒരു വശപ്പശക് മണക്കുന്നില്ലേ? എന്ത്? ഇത് പനിയും തലവേദനയൊന്നും അല്ല, രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പിണക്കം വല്ലതും ആയിരിക്കും. അങ്ങനെ വല്ല നിസ്സാര കാര്യമായിരുന്നെങ്കിൽ അവരത് സോൾവ് ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വരുവുള്ളൂ. കണ്ടില്ലേ രണ്ടും വീർപ്പിച്ച് കെട്ടി പോയത്? അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചേച്ചി നൈസായിട്ട് അവളോട് ചോദിച്ച് മനസ്സിലാക്ക്. എന്നിട്ടത് ആളി കത്തിക്കണം. രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കണം. അപകടത്തിന് ശേഷം ഗിരിക്ക് അവളോട് തോന്നിയ സെന്റിമെന്റ്സും സ്നേഹവും എല്ലാം ഇതോടെ ഇല്ലാതാക്കണം. അതിനിതാണ് ഏറ്റവും നല്ല അവസരം. എന്തായി ചെയ്യുന്നത്? എന്തായാലും നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസലായ സ്ഥിതിക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ വെക്കുന്നത്? ഈ കമ്പിളിക്കുപ്പായങ്ങളൊക്കെ യൂറോപ്യൻ ട്രിപ്പിന് വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. ഇനിയിപ്പോ വീട്ടിൽ പോകുന്ന ദിവസം ഇതൊക്കെ തിരിച്ച് അവിടെ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചു. ട്രിപ്പ് ക്യാൻസൽ ആയത് സുമിതിക്ക് ഭയങ്കര വിഷമായല്ലേ? ഗിരി ഇന്ന് എന്നോട് തുറന്നു പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഓർക്കുമ്പോ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ആയതൊക്കെ എത്ര നിസ്സാരം. ഇതൊക്കെ എനിക്കിപ്പോ ശീലായി ഗിരി. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരു കൊടുമുടിയോളം വളർത്തുക, പിന്നെ അതല്ല ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വരിക. അതല്ലേ കുറച്ച് കാലങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും എല്ലാം ശരിയാവും എന്നുള്ളൊരു നേരിയ പ്രതീക്ഷയെങ്കിലും എനിക്കുണ്ടായിരുന്നു. ഇന്നത്തോടെ അതും ഇല്ലണ്ടായി. ഈ യാത്രയെക്കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചുള്ളതായിരുന്നു.
ഇതിപ്പോ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി പോലൊരു തോന്നൽ. അന്നത്തെ ആ മാനസികാവസ്ഥയെന്ന് ഒരുപാടൊന്നും മാറാൻ എനിക്കായിട്ടില്ല സുമിത. എനിക്ക് സുമിതയോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. സുമിതയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്തിനും ഏതിനും ഇവിടെ ആളുകളുണ്ട്. സുമിതയ്ക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം. അതിനപ്പുറത്തേക്കുള്ള കെട്ടുപാടുകളൊന്നും നമുക്ക് ചെയ്യാം. എന്താ കാര്യം ഗിരി? ഹലോ സ്നേഹ. കാര്യങ്ങളൊക്കെ എന്തായി? നീ ഗിരിയോടെല്ലാം തുറന്ന് സംസാരിച്ചോ? അത് വലിയ തമാശയായി പോയി സ്നേഹ. എന്തേ? എന്തു പറ്റി? നീ പറഞ്ഞ പോലെ ഞാൻ ഗിരിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഗിരിയോട് മറ്റൊരു കാര്യം പറഞ്ഞു. നീ പറയുന്നതിന് മുമ്പ് അവൻ അതെല്ലാം നിന്നോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പിന്നെ നിനക്കൊന്നും അവനോട് തിരിച്ചു പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലേ? അല്ല, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. പിന്നെ ഗിരി അങ്ങനെയൊക്കെ പറഞ്ഞോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സുമി. അപകടം പറ്റി കിടപ്പിലായി പോയി എന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഗിരി കാണിച്ചൊരു മാജിക്ക് മാത്രമായിരുന്നു ആ സ്നേഹവും കരുതലും ഒക്കെ. അതൊക്കെ വിശ്വസിച്ച് ഗിരിക്ക് വലിയ സ്ഥാനം നൽകി മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടന്ന ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.